കൊല്ലം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി രംഗത്ത്. പ്രേമചന്ദ്രന്റെ RSS ബന്ധം വെളിപ്പെടുത്തുന്ന തെളിവുകളാണ് MA ബേബി പുറത്തുവിട്ടത്. എറണാകുളം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി അൽഫോൻസ് കണ്ണന്താനത്തിനും കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും വേണ്ടി സമൂഹമാധ്യമമായ ഫേസ്ബുക്കിലൂടെ പണം വാങ്ങി പ്രചാരണം നടത്തുന്നത് ഒരേയാൾ തന്നെയാണെന്നാണ് MA ബേബി വ്യക്തമാക്കുന്നത്. പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് അംഗം വരെയാക്കിയ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പുറംകാലുകൊണ്ട് ചവിട്ടിയിട്ട് മുതലാളിമാരെയും ഭൂപ്രഭുക്കന്മാരെയും സംരക്ഷിച്ചു പോരുന്ന UDFന്റെ മടിയിലേക്ക് ദത്തുപുത്രനായി പോയ NK പ്രേമചന്ദ്രൻ ഇനിയൊരു അവസരം കിട്ടിയാൽ BJPയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിന്റെ ആദ്യപടിയാണ് കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിനായി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു വരുത്തിയതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ആരോപിച്ചു. പ്രേമചന്ദ്രൻ RSS പിന്തുണയോടെയാണ് മത്സരിക്കുന്നതെന്ന് ഇടതുപക്ഷ നേതാക്കൾ വിമർശിച്ചപ്പോൾ അത് കളവാണെന്ന് പറഞ്ഞ UDF നേതാക്കൾക്ക് മറുപടിയായി പ്രേമചന്ദ്രന്റെ BJP RSS ബന്ധം വെളിപ്പെടുത്തുന്ന തെളിവ് പുറത്തുവിട്ടുകൊണ്ടാണ് MA ബേബി തന്റെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. BJPയുടെ എറണാകുളം സ്ഥാനാർത്ഥി അൽഫോൻസ് കണ്ണന്താനത്തിനും UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും വേണ്ടി ഫേസ്ബുക്കിലൂടെ പണം വാങ്ങി പ്രചരണം നടത്തുന്നത് ഒരേയാൾ തന്നെയാണെന്ന് ബേബി വെളിപ്പെടുത്തി. കണ്ണന്താനത്തിന്റെയും പ്രേമചന്ദ്രന്റെയും ഫേസ്ബുക്ക് പേജുകൾക്ക് പ്രമോഷൻ നൽകുന്നത് ലക്ഷ്മി ആർ ഷേണായ് എന്ന സ്ത്രീയാണെന്നും ഇവരുടെയും ഫേസ്ബുക്ക് പേജുകളുടെ ഏകോപനം പണം മുടക്കുന്നതും ഈ സ്ത്രീ തന്നെയാണെന്നും വ്യക്തമാക്കുന്നതായും ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ട് തെളിവായി നൽകിക്കൊണ്ട് MA ബേബി വ്യക്തമാക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസ് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത് ഏകപക്ഷീയമായിട്ടല്ല. ശിലാസ്ഥാപനം നടത്തിയത് കേന്ദ്രത്തിന്റെ ഗഡ്കരി. അപ്പോൾ ഉദ്ഘാടനം സ്വാഭാവികമായി സംസ്ഥാന മുഖ്യമന്ത്രി അത് അവരെ അറിയിച്ചു, അവർ സമ്മതിച്ചു. നോട്ടീസ് വച്ചടിച്ചിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് പറയുന്നത്, നിങ്ങളുടെ പദ്ധതി നിർവഹിക്കപ്പെട്ട സ്ഥലത്തെ MP വിളിച്ചു പറയുന്നു, ഞാൻ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന്, പ്രധാനമന്ത്രി തന്നെ വരണമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വരാൻ ഉദ്ദേശിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാനങ്ങൾ ഗവൺമെൻറ്റുകൾ ചേർന്ന പദ്ധതികൾ നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കീഴ്വഴക്കമനുസരിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടത് അത് അടിച്ചു മാറ്റി സംസ്ഥാന ഗവൺമെന്റിനെ അല്പം പിറകോട്ട് തള്ളി മാറ്റി നിർത്തിയിട്ട് നരേന്ദ്രമോദിക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് കേവലം യാദൃച്ഛികമായിട്ടല്ല. അവിടെ ഒരു സ്വാധീനം കിടക്കട്ടെ. എങ്ങനെയാണ് കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം അവിടെ ഒരു പിടി വേണം. അതിനെന്താണ് തെളിവ്? കേരളത്തിലെ BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനത്തിൻ്റെ സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ള അൽഫോൻസ് കണ്ണന്താനത്തിൻ്റെ സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും അതിനെ ഫണ്ട് ചെയ്യുകയും ചെയ്യുന്ന ലക്ഷ്മി ആർ ഷേണോയ് തന്നെയാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഏകോപനവും ഫണ്ടിങ്ങും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവാണ് ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നപ്പോൾ വെളിപ്പെട്ടത്. കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പരസ്യ ഏജൻസിയുടെ ഉടമയാണ് ഈ സ്ത്രീയെന്ന് മലയാളി വാർത്ത നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പരസ്യ ഏജൻസി ആണെങ്കിൽ പോലും വ്യത്യസ്ത നിലപാടുള്ള രാഷ്ട്രീയ സംഘടനകളുടെ പ്രചാരണം ഒരേ ഏജൻസി തന്നെ ഏറ്റെടുക്കാറില്ല. അഥവാ അങ്ങനെ ഏറ്റെടുത്താൽ തന്നെ രഹസ്യമായി വ്യത്യസ്ത അക്കൗണ്ട് വഴിയായിരിക്കും പണമിടപാടുകൾ നടത്തുന്നത്. എന്നാൽ ലക്ഷ്മി ആർ ഷേണായ് എന്ന വ്യക്തിയുടെ അക്കൗണ്ട് വഴിയാണ് ഇരുവരുടെയും പ്രചാരണത്തിനായി ഫേസ്ബുക്കിന് പണം നൽകിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ RSS അനുയായിയാണെന്നാണ് അവരുടെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ വ്യക്തമാവുന്നത്. കണ്ണന്താനത്തിനും പ്രേമചന്ദ്രനും വേണ്ടി പണം മുടക്കുന്നത് ഒറ്റ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണെന്നും വ്യക്തമായിട്ടുണ്ട്. അതിനാൽ തന്നെ NK പ്രേമചന്ദ്രന്റെ RSS ബന്ധത്തിന് ഇതിൽ പരം തെളിവ് ആവശ്യമില്ലെന്നും അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും MA ബേബി പറയുന്നു. രാഷ്ട്രീയ അവസരവാദത്തിന്റെ പ്രതിനിധിയായ ഒരാൾ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രതിനിധിയാവുന്നത് കൊല്ലം ജനതയ്ക്ക് അപമാനമാണെന്നും രാഷ്ട്രപിതാവിന്റെ ഘാതകന്മാരുടെ അതേ വർഗീയ മനോഭാവം കാട്ടാനാണോ പ്രേമചന്ദ്രന്റെ ഉദ്ദേശമെന്ന് കൊല്ലത്തെ വോട്ടർമാർ ചോദിക്കുമെന്നും MA ബേബി ആഞ്ഞടിച്ചു. ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഇക്കാലം അത്രയും അദ്ദേഹം ആരെയാണോ വിമർശിക്കുകയും തുറന്നു കാണിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തത്, ആ മുതലാളി വർഗത്തിൻ്റെ ഭൂപ്രഭുക്കന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകുന്ന പാർട്ടിയുടെ മടിയിലേക്കാണ് അവർ ദത്തുപുത്രനായിട്ടെടുത്തു. ഈ മനുഷ്യന് അന്തസ്സ് മര്യാദ എന്നൊക്കെ പറയുന്ന ചില ഗുണങ്ങൾ ഉണ്ടാവണമെന്നാണല്ലോ നമ്മുടെ ഒരു ധാരണ. ആ അന്തസ്സും മര്യാദയുള്ള ഒരാൾക്ക് ഇങ്ങനൊരു വാഗ്ദാനം വരുമ്പോൾ കൂടെ പോകാൻ പറ്റുമോ? രാഷ്ട്രീയ അവസരവാദത്തിൻ്റെ കാലുമാറ്റത്തിൻ്റെ പ്രതിനിധി അങ്ങനെ ഒരാൾ നമ്മുടെ കൊല്ലം ജില്ലയുടെ
കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിരിക്കുക എന്ന് പറയുന്നത് കൊല്ലത്തിന് അപമാനകരമാണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ വോട്ടർമാർ ഇപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം. എൻ കെ പ്രേമചന്ദ്രനെ സഹായിക്കാനാണ് ദുർബലനായ സ്ഥാനാർത്ഥിയെ കൊല്ലത്ത് BJP മത്സരിപ്പിച്ചതെന്നും BJP വോട്ടുകൾ പ്രേമചന്ദ്രൻ നൽകാൻ രഹസ്യ ധാരണയുണ്ടെന്നും LDF നേതാക്കൾ പലതവണ ആരോപിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും വ്യക്തമായ തെളിവുകൾ നൽകാൻ അവർക്ക് ഇതുവരെ സാധിച്ചിരുന്നില്ല. എന്നാൽ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ എൻ കെ പ്രേമചന്ദ്രനും UDF കേന്ദ്രങ്ങളും പ്രതികൂലമാകുമെന്നാണ് വിലയിരുത്തൽ.